നമസ്കാരം. പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും ആദ്യം കാണിച്ചു തുടങ്ങുന്നത് ചർമ്മത്തിൽ നിന്നാണ്. മുഖത്ത് വീഴുന്ന ചുളിവുകൾ, കണ്ണിനടിയിൽ വരുന്ന കറുപ്പ്, അഴിഞ്ഞു തൂങ്ങിയ ചർമ്മങ്ങൾ, അതുപോലെ കവിളിന് രണ്ട് ഭാഗങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിലൊക്കെ ആയിട്ട് കാണപ്പെടുന്ന വൃത്താകൃതിയിൽ കാണുന്ന ഒരു മങ്ങിയ കളറിൽ തുടക്കകാലത്ത് കാണപ്പെടുന്ന ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ആയിട്ട് കാണപ്പെടും. അത് പിന്നീട് പടർന്ന് കുറച്ചധികം ഏരിയയിലേക്ക് പോകും. ഇങ്ങനെയുള്ള കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു പ്രശ്നം ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വിളറി വെളുത്തിട്ടുള്ള മുഖം, അല്ലെങ്കിൽ നമുക്ക് രക്തചംക്രമണം ശരിയായിട്ട് നടക്കാണ്ട് വരുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തന്നെ നമുക്ക് ചർമ്മത്തിൽ പ്രകടമാകും. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതും വളരെയധികം ആൻറ്റി ഏജിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് വന്നിട്ടുള്ള ഇത്തരം പാടുകളും ഒക്കെ മാറ്റി സ്കിന്നിൻ്റെ ടോണ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആ ഒരു ഏജിങ് പ്രോസസ്സ് ഒന്ന് ചെറുതാക്കുന്ന രീതിയിലുമൊക്കെ തന്നെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഒരു ഗ്ലൂട്ടാതയോൺ ഡ്രിങ്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത തേജൻ. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് കൂടെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. ഗ്ലൈസിൻ, സിസ്റ്റിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നീ 3 അമൈനോ ആസിഡുകൾ പെപ്റ്റൈഡ് ബോണ്ടുമായി കൂടി ചേർന്നുണ്ടാവുന്ന ട്രൈപെപ്റ്റൈഡാണ് ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ കരളിലാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ മാരക രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ പോലുള്ള അത്തരം അസുഖങ്ങളെ പോലും തടഞ്ഞു നിർത്താനും സഹായിക്കുന്ന ഒത്തിരി ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ ലിവർ ഹെൽത്ത് നന്നാക്കിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ചധികം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഇത് ലിവറിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കൂടെ തന്നെ ആ ലിവർ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിലും അതിന് മാറ്റങ്ങൾ കാണാൻ പറ്റും. ലിവറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അത് മുഖത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, കുരുക്കളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിസ്കളറേഷനോ ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന് മുൻപ് ഈ ഗ്ലൂട്ടാതയോൺ ഡ്രിങ്കും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ 500 20 ടാബ്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ജാപ്പനീസ് ഗ്ലൂട്ടാതയോണും വൈറ്റമിൻ സി 40 mg ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും റേഡിയൻറ്റ് സ്കിന്ന് നിലനിർത്താനും അണീവൻ സ്കിൻ ടോണൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ആഡഡ് ഷുഗേഴ്സ് ഒന്നും തന്നെയില്ല. അതുപോലെ ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. വളരെ ഗ്യാരണ്ടി റിസൾട്ട് കിട്ടാൻ ഒരു 8 ആഴ്ച 2 മാസത്തോളം ഉപയോഗിക്കേണ്ടതുണ്ട്. നല്ല എഫക്റ്റ് തരുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ UV റേഡിയേഷന് പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഇത്തരം ഗ്ലൂട്ടാതയോണൊക്കെ തന്നെ. അതുകൊണ്ട് സ്കിന്നെ ഹെൽത്തി ആക്കി ഇരുത്താൻ സഹായിക്കുന്നുണ്ട്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രോബെറി ലെമൺ ഫ്ലേവറാണ്. ടോട്ടൽ 3 ഫ്ലേവേഴ്സ് ആണുള്ളത്. സ്ട്രോബെറി ലെമണും ബ്ലാക്ക് കറണ്ടും അതുപോലെ ഓറഞ്ച് ഫ്ലേവറും. ഇനി ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ ചേർക്കാത്ത ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളതും കൂടെയാണ്. ഒരു ടാബ്ലറ്റ് ഒരു 250 ml ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ അലിയിച്ചാണ് കഴിക്കേണ്ടത്. അല്ലാതെ അലിയിക്കാത്ത രീതിയിൽ ടാബ്ലറ്റായിട്ട് കുടിക്കാനും പാടില്ല. ഭക്ഷണ ശേഷമാണ് കഴിക്കേണ്ടത്. വെറും വയറിൽ കഴിക്കാനും പാടില്ല. അതുപോലെ കാലങ്ങളോളം നമ്മൾ ഒന്നും തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞ അതേ അളവിൽ ചെയ്യുക. നേരിട്ട് ഈ ഒരു സജിത 10 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. സ്കിൻ സപ്പോർട്ടീവ് ആണെന്നേ ഉള്ളൂ. ഇതൊരു മെഡിസിൻ അല്ല എന്നുള്ളത് ഒന്ന് ഓർക്കണം. വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ, അതായത് IV ഒക്കെ വളരെ എക്സ്പെൻസ് ഉള്ളതാണ്. അപ്പോൾ കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇത്തരം ടാബ്ലറ്റാണ്. മുഖത്തും ദേഹത്തും കഴുത്തുള്ള ബ്ലാക്ക് കളർ പോകാനൊക്കെ നല്ലതാണ്. കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പലരുടെയും സംശയമാണ്, ഇതുപോലുള്ള ഡ്രിങ്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ പഴയ ആ ഒരു 2 ഷെയ്ഡൊക്കെ തന്നെ കുറഞ്ഞിട്ടുള്ള മുൻപത്തെ അതേ ടോണിലേക്ക് പോകുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതേ എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരു സ്കിൻ റൂട്ടീനും ബേസിക് ആയിട്ടുള്ള സ്കിൻ റൂട്ടീനോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതേ എന്നുള്ളതാണ്. പക്ഷെ ശരിയായിട്ടുള്ള ഒരു ജീവിതശൈലി ഫോളോ ചെയ്യുന്നവരാണ്, ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നവരാണ്, ബോഡിയിലെ സർക്കുലേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കൂട്ടുന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യുന്നവരാണ്, ഇതുപോലെ ഞാൻ പറയാൻ പോകുന്ന രീതിയിലുള്ള ആഹാര കാര്യങ്ങളെയൊക്കെ തന്നെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ടോണ് തന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ലിവറിൻ്റെ ഹെൽത്തിനെ എപ്പോഴും ഇതുപോലെ ഹെൽത്തി ആക്കി വെക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നും ഉത്തരം പറയാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള റുട്ടീൻ വേണം എന്നുള്ളതാണ്. നമ്മൾ ശരീരത്തിലുള്ള
സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ സൺസ്ക്രീൻ, ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതൊരു സ്കിൻ കെയർ റുട്ടീൻ എന്നുള്ളതല്ല, ഹെൽത്തി സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടിപ്പുകളാണ് ഇതൊക്കെ തന്നെ. അതിന് കൂടെ ചെയ്യേണ്ട നമ്മുടെ ഈ ഒരു പ്രായാധിക്യത്തിൽ വരുന്ന പലവിധ സ്കിന്നിലെ ഡാമേജുകളെയും കുറയ്ക്കാനും അതുപോലെ നിങ്ങളുടെ ലിവറിനെ ഹെൽത്തി ആക്കി വെക്കാനും സാധിക്കുന്ന കുറച്ച് ആഹാര പദാർത്ഥങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളത് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യൂസാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് ഇത്തരം ഡ്രിങ്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇതിൽ സാധാരണ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ചേർത്തിട്ടുണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ് അല്ലെങ്കിൽ ആപ്പിള്, അതാണ് നമ്മുടെ ABC ജ്യൂസ് എന്ന് പറയുന്നത്. അതിന് കൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിൽ, HB കൗണ്ട് കൂട്ടുന്ന രീതിയിലൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ പോമഗ്രാനൈറ്റോ, നാരങ്ങയോ അല്ലെ മുസംബിയോ ഇതൊക്കെ തന്നെ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ഡ്രിങ്ക് ഒരു ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് വേണം പറയാൻ. അതുപോലെ തന്നെ മറ്റുള്ള ഒട്ടനേകം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് നട്ട്സ്. വ്യത്യസ്തമായ പലതരം നട്ട്സുകളുണ്ട്. ഡയറ്റിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ടതാണിത്. ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസുകൾ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാനും ചർമ്മത്തിന് തിളക്കം കൂട്ടാനും നട്ട്സുകൾ സഹായിക്കും. അല്പം വില കൂടുതലാണെങ്കിലും ചർമ്മത്തിനും മുടിക്കും ആരോഗ്യത്തിനും ഒക്കെ ഏറെ നല്ലതാണ് അവക്കാഡോ. വെണ്ണപ്പഴം എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ മലയാളികൾക്ക് അത്ര ഉപയോഗിക്കാത്ത ഒന്നാണ് ഈ പഴം. പക്ഷേ ചർമ്മത്തിൻ്റെ ഒരു സൂപ്പർ ഫുഡാണെന്ന് വേണം പറയാൻ. വൈറ്റമിൻ ഇ, ഒമേഗ 3 കൊഴുപ്പ്, അമ്ലങ്ങൾ എന്നിവ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന രീതിയിലുള്ള എല്ലാ പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിനെ മൃദുവാക്കാനും സഹായിക്കുന്നു. കാണാൻ വളരെ കുഞ്ഞന്മാരാണെങ്കിലും ബെറീസ് ചർമ്മത്തിന് ഏറെ നല്ലതാണ്. ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചർമ്മത്തിന് വളരെ പ്രധാനമുള്ളതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യത്തോടെ യുവത്വത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. പോഷകങ്ങളുടെ ഉറവിടമാണ് ഇത്തരം ഇലക്കറികൾ. ചർമ്മത്തിലെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ, സി, കെ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ രക്തയോട്ടം കൂട്ടാനും നല്ല തിളക്കം നൽകാനും സഹായിക്കുന്നുണ്ട്. ഇത്തരം ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കോശങ്ങളുടെ കേടുപാടുകളൊക്കെ കുറയ്ക്കുന്നതിനും ശരീരത്തിന് വേണ്ടി പോരാടുന്നതിനും ആവശ്യമായിട്ടുള്ള ശരിയായ പോഷകങ്ങൾ നൽകുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളാണ് ചർമ്മത്തിലെ ചുളിവുകൾ തടയുക അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർമ്മത്തിൻ്റെ മാറ്റാൻ സഹായിക്കുന്നത്. കിവി, തക്കാളി, മധുര നാരങ്ങ, കാപ്സിക്കം ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനൊക്കെ ഇലാസ്റ്റിസിറ്റി സൃഷ്ടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റ്, കാപ്സിക്കം, ഗ്രീൻ ടീ തുടങ്ങിയവയൊക്കെ വൈറ്റമിൻ ഇയും എയും സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചർമ്മത്തിനെ കൂടുതൽ തിളക്കമുള്ളതായിട്ടും നല്ല കാന്തിയോടുകൂടിയും ഒക്കെ തന്നെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പപ്പായയിൽ കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന പെപ്പൈൻ എന്ന എൻസൈം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് വളരെ നല്ലതാണ്. ഇതിൽ എ അല്ലെങ്കിൽ വൈറ്റമിൻ എ, സി, ഇ അത്തരം ആൻറ്റി ഓക്സിഡൻസുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈർപ്പം നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രായമാകൽ പ്രക്രിയകൾ, ചുളിവുകളൊക്കെ വരുന്നത് ഒന്ന് മന്ദഗതിയിലാക്കുന്നുണ്ട്. പിന്നെ ചർമ്മത്തിനും മുടിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുള്ളതാണ് മത്തങ്ങ വിത്ത് പംകിൻ സീഡ് എന്നുള്ളത്. സിങ്ക്, ഒമേഗ 3, ഒമേഗ 6, ഇരുമ്പ്, കാൽസ്യം, അമൈനോ ആസിഡ്, മറ്റ് വിറ്റാമിനുകൾ, ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിന് അത്യന്താപേക്ഷിതമായ ഒരു പോഷകങ്ങളിൽ ഒന്നാണ് സിങ്കും വൈറ്റമിൻ ഇയും. മത്തങ്ങ വിത്തിൽ അടങ്ങിയിട്ടുള്ള ഈ പോഷകങ്ങൾ പുതിയ കോശങ്ങളെ കൊളാജനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇളനീർ ഉപയോഗിക്കുന്നത് കൈനറ്റിൻ എന്നൊരു ഫൈറ്റോ ഹോർമോൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളും ആൻറ്റി ഏജിങ് ഗുണങ്ങളും ഇതുണ്ട്. ചർമ്മത്തിനായാലും തലമുടിക്കായാലും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഈ ഇളനീര് സഹായിക്കും. ചർമ്മത്തിന്റെ ദൃഢത, ഇലാസ്റ്റിസിറ്റി അതൊക്കെ തന്നെ നിലനിർത്തുന്നതുകൊണ്ട് തന്നെ ചുളിവുകൾ അകറ്റാൻ വളരെ നല്ലതാണ്. ഫ്ലാക്സീഡ് ധാരാളം ചർമ്മ സംരക്ഷണ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ചണവിത്ത് എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കും. ചർമ്മത്തിലെ ചുളിവിനെ തടഞ്ഞു നിർത്താനും അകാല വാർദ്ധക്യത്തിന്റെ മറ്റ് ലക്ഷണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ നല്ലതാണ്. ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ്, ആൻറ്റി ഓക്സിഡൻസുകൾ, നാരുകൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഒരു കലവറയാണ് കേട്ടോ. ചർമ്മത്തിൻ്റെ ആരോഗ്യകരമായ തിളക്കം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയോ മഞ്ഞളോ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ആൻറ്റി ഏജിങ് ഗുണങ്ങളുള്ളത് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ക്യൂസിനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചിയാ സീഡ് ആയാലും
ചർമ്മത്തിനും മുടിക്കും ഒക്കെ ഏറെ ഗുണം തരുന്നതാണ്. സ്കിന്നിനെ ഡാമേജ് ആക്കാത്ത രീതിയിലും ഇതുപോലുള്ള മോയ്സ്ചറൈസറും സൺക്രീമും ഒക്കെ അല്ലെങ്കിൽ ഫേസ് വാഷും ഒക്കെ ചെയ്തിട്ട് ഒരു ബേസിക് റുട്ടീൻ ഫോളോ ചെയ്യും, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും, ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല വ്യത്യാസം സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.